എല്ലാവർക്കും നമസ്കാരം. ഇന്നും രേണു സുധിയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. രേണു സുധിയുടെ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ നമ്മുടെ യൂട്യൂബോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ അവരെക്കുറിച്ചുള്ള വീഡിയോകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്, ഞാനും കൂടെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നും രേണു സുധിയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുവാണ്. ഇക്കാലത്ത് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ കിച്ചു വന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ രേണു സുധി അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഫീലായിട്ട് കരഞ്ഞിട്ട് ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം രേണു സുധി കരഞ്ഞുകൊണ്ടിടുന്ന വീഡിയോസ് ആദ്യം നമുക്കൊന്ന് കാണാം. ഞാനത് ഓൾറെഡി ഇട്ടാണ്, എന്നാലും ഒന്നുകൂടെ കാണാം. കാര്യമുണ്ട്, അതുകൊണ്ടാണേ. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലം കാരണം എന്താണെന്ന്. ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB-യിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായില്ലോ. ഇത് കണ്ടിട്ട് നമ്മുടെ രേണു സുധിയെ പോലെ തന്നെ ആൽബങ്ങളിലും ഒക്കെ കുറച്ച് 40-45 വയസ്സൊക്കെ ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ പൊക്കിയെടുത്തും അവരുടെ ഓരോരോ ലീലാവിലാസങ്ങൾ മനസ്സിലായല്ലോ ഒക്കെ അഭിനയിക്കുന്ന ഒരു ആളുണ്ട്. ആൽബത്തിലും അങ്ങനെയുള്ള ഷോർട്ട് ഫിലിംസിലും ഒക്കെ സിനിമയിലും ഒക്കെ അഭിനയിച്ച് കുറച്ച് വിവാദമൊക്കെ ആയിട്ടുള്ള ഒരാളുണ്ട്. അയാൾക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതൊരു ആണാണെന്ന് ഓർത്തോണേ. ആണുങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് കരയുന്നത് വളരെ അപൂർവമാണ്. അവർക്ക് അത്രത്തോളം സഹിക്കാൻ വയ്യാതെ വന്നാലേ ആണുങ്ങൾ ഇങ്ങനെ വന്ന് കരയത്തുള്ളൂ. പെണ്ണുങ്ങൾ എന്തുണ്ടെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യും. കരഞ്ഞാണ് സ്ത്രീകളുടെ ആയുധം, കരച്ചിലാണ്. പക്ഷേ ഈ ആണായിട്ടുള്ള ഇയാള് രേണു സുധിയുടെ ഈ കരച്ചിലും സങ്കടം പറച്ചിലും വിഷമവും ഒക്കെ കണ്ടിട്ട് എന്താ കരച്ചില്, അയ്യോ കഷ്ടം, ഒന്ന് കണ്ടു നോക്കൂ. എന്തിനാ ഈ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? ആരെങ്കിലും എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ, ആവശ്യമില്ലാണ്ട്. ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണു സുധിനെ കാണുന്നത്. അതിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. ഇവർക്കൊന്നും അമ്മയും അമ്മമാരൊന്നും ഇല്ലേ വന്നിങ്ങനെ തെറി പറയാൻ ഇല്ലേ? എന്തിനെങ്ങനെ തെറി വിളിക്കുന്നത്? ഒരു മനസ്സാക്ഷിയില്ലേ? രേണുസുധിയെ വിറ്റിവിടെ എന്തോരം ബ്ലോഗർമാർ, എന്തൊരു ചാനലുകാർ വിൽക്കേണ്ടത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തെണ്ടികളൊക്കെ ആ കുട്ടിയെ പിടിച്ചിട്ടിട്ട് എന്തോരം റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നറിയാം. ആ കുട്ടിക്ക് ഒരു പിണക്കുമില്ല അവരോടൊന്നും, റിയാക്ഷൻ വീഡിയോ ചെയ്തോട്ടെ എന്നുള്ള രീതിയില്ല. എന്നിട്ട് അതിനെ കമന്റ് ഇട്ട് സുധിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സുധിച്ചേട്ടൻ ഒരു നിമിഷം ഓർക്കുവാണ്. സുധിച്ചേട്ടൻ്റെ ഒരു വെബ് സീരീസിന്റെ ഭാഗമായിട്ട് അതിന്റെ ഷൂട്ടിന് ചങ്ങനാശ്ശേരിയിൽ അവർ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രേണുവിനെ കാണുന്നത്. അന്ന് അവർ ആ വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ സമയങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയും സുധിച്ചേട്ടനും റീൽ ചെയ്യായിരുന്നു. രേണു സുധി ആണെങ്കിൽ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് റീൽസ് ചെയ്യാറുന്നു. പിന്നെ അതുപോലെ ആ സമയങ്ങളിൽ നാടകങ്ങൾ അഭിനയിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പറയുന്നത് രേണു സുധിയെ സുധി ഉണ്ടായിരുന്ന കാലത്ത് തൊട്ടറിയാം, അന്നും അവര് റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ്. പൊന്നു സുഹൃത്തെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സുധി ഉണ്ടായിരുന്ന സമയത്തും റീൽസ് ചെയ്യുമായിരുന്നു, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നും ഇത് കണക്കുള്ളതായിരുന്നു, ഇത് കണക്കുള്ള ഷോർട്ട് ഫിലിമിലായിരുന്നു അഭിനയിച്ചിരുന്നത്, ഇത് കണക്കുള്ള ആണുങ്ങളുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അഭിനയിച്ചിരുന്നത്, കെട്ടിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു അഭിനയിച്ചിരുന്നത്. പ്രിയ സുഹൃത്തെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് വന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ കരഞ്ഞു മെഴുകേണ്ട കാര്യമുണ്ടോ? ഇതിൽ ഇത്രത്തോളം എന്ത് ദുഃഖമാണ് കരഞ്ഞു മെഴുകേണ്ടതൊക്കെ ഉണ്ടായത്? അങ്ങനെ അപ്പം ഇയാൾ ഇവിടെ കരഞ്ഞു മെഴുകുമ്പോഴത്തേന് അപ്പുറത്ത് ദുബായിൽ നമ്മുടെ രേണു സുധി എന്താ ചെയ്യുന്നതെന്ന് കാണണ്ടേ? ആദ്യം രേണു സുധി ഒന്ന് കരഞ്ഞ് ഒക്കെ ഒന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ട് രേണു സുധി അടുത്തത് എന്താ ചെയ്തതെന്ന് കാണണ്ടേ? കണ്ടു നോക്ക്. അപ്പൊ ഇയാൾ എന്തിനാ കരഞ്ഞത്? ഇവിടെ എല്ലാവരും കരയുന്നു, തമ്മിലടിക്കുന്നു, വ്ളോഗേഴ്സ് തമ്മിലടിക്കുന്നു, ചീത്ത പറയുന്നു, അമ്മയ്ക്കും അച്ഛനും പറയുന്നു, തെറി പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴത്തേനും രേണു അവിടെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് റീൽസ് ഒക്കെ എടുത്ത് നല്ല കടകളുടെ ഒക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്. അതല്ലേ? അപ്പൊ ഈ നാട്ടിൽ കിടന്നിട്ട് എന്തിനാണ് ഈ കരയുന്നതും, എന്തിനാണ് ഈ പരസ്പരം അടി ഉണ്ടാക്കുന്നത്? അവനവന്റെ അഭിപ്രായങ്ങൾ പറയൂ, അത് ഓക്കെ. എന്തിനാണ് പരസ്പരം വ്ളോഗേഴ്സുമാർ ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കുന്നത്? ഇപ്പൊ രേണുവിന്റെ ഒരു കൂട്ടുകാരി വന്ന് എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്, അതിന് ഉള്ള മറുപടി ഇപ്പുറത്തെ
സൈഡിനുള്ള ആൾക്കാർ, ഇപ്പുറത്തെ സൈഡിനുള്ളവർ പറയുമ്പോൾ രേണുവിന്റെ കൂട്ടുകാർ അടുത്ത സൈഡിന്, രേണു അവിടെ ദുബായിൽ അടിച്ചു പൊളിച്ച് നടക്കുവാണ്. ഇവിടെ നാട്ടിൽ കിടന്നിട്ട് അങ്ങോട്ടും എന്തിനാണ് ഈ തമ്മിലടിക്കുന്നത്? അഭിപ്രായങ്ങൾ പറയൂ, അത് ഓക്കെ. പക്ഷേ ഈ അമ്മയ്ക്കും വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിച്ചും തമ്മിലടിച്ചും പിന്നെ അവരവരുടെ ശരീരത്തിന്റെ സുഖമില്ലായ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതാക്കുന്നത്? രേണുവിന്റെ ഒരു കൂട്ടുകാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചുവിനെ ഉപദേശിക്കുവാണ്. കിച്ചു, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് പറയുന്നു. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കിച്ചുവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് കിച്ചുവിനെ വാട്സപ്പ് നമ്പറും അല്ലാതുള്ള ഫോൺ നമ്പറും ഒക്കെ അറിയാമായിരിക്കുമല്ലോ, നിങ്ങളൊക്കെ ഇത്ര അടുത്ത ആൾക്കാരല്ലേ. അപ്പൊ കിച്ചുവിനെ ഒരു കോൾ ചെയ്തൊന്ന് പറയുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടോ അറിയിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്ത് മുഴുവൻ പബ്ലിക്കിനെ അറിയിക്കുന്നത്? സോഷ്യൽ മീഡിയയിലൂടെ എന്തിനാണ് ഈ കാര്യം പങ്കുവയ്ക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കിച്ചനോട് പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരെ? എന്തായാലും അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കിച്ചു, നീ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാര്യം മാത്രം. നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചുറ്റുപിടിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, രേണു സുധി ഇവിടെ നാശം. കറക്റ്റായിട്ട് കിച്ചുവിന് കാര്യം മനസ്സിലായല്ലോ. നീ കൊണ്ടുവന്ന് ഓരോ ഇട്ട് കൊടുക്കുമ്പോൾ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണം. നീ അങ്ങനെ ചെയ്തിട്ടില്ല, ചുമ്മാ നിന്നെ ഒരു അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ വരും എന്നൊരു ധാരണയാണ് നീ പറഞ്ഞെങ്കിൽ ഓക്കെ, നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ശാസ്ത്രീയപരമായിട്ട് എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കൊണ്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പുഷ്പം പോലെ പറ്റും. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞ കാര്യം അതിന്റെ അവസാനം കാണാതെ നിൽക്കില്ല എന്നുള്ള കാര്യവും കിച്ചു മനസ്സിലാക്കണം. ഇതിന് ഏറ്റവും വലിയ തെറ്റുകാരി നിന്നെ പ്രസവിച്ചു എന്ന് പറയുന്നത് നിന്റെ സ്വന്തം നല്ല തന്നെയാണ്. ഇനി എന്ത് കാരണമാണെങ്കിലും എന്ത് റീസൺ പുറത്താണെങ്കിലും അവൾ പോകുമ്പോൾ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അവൾ അത്ര ക്രൂവൽ മൈൻഡുള്ള ഒരു തന്നെയാണ്. അവൾ ഒരു പെറ്റമ്മയല്ല. മൂന്നാമത്തെ വന്ന് ഇവിടെ സംബന്ധിച്ച് ഇവിടെ പഠിപ്പിക്കാമെന്ന് നീ പറഞ്ഞാൽ എനിക്ക് ആരെന്തെന്ന് പറഞ്ഞാലും നോ നെവർ മൈൻഡ്. മൂന്നാമത് വന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ നിനക്ക് 2-3 ദിവസം മുന്നേ ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കുറച്ച് കാര്യങ്ങൾ എന്താണ്, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പം രേണുവിന്റെ കൂട്ടുകാരി വന്ന് പറയുന്നത്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അവരെയൊക്കെ അറിയായിരിക്കും, അതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല. കിച്ചു ലൈവിൽ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. സംഭവം മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം, അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പോകും. ഇപ്പൊ കിച്ചു ലൈവിൽ വന്ന് ഇങ്ങനെ പറയുന്നു, രേണുവിന്റെ ഫ്രണ്ട് വന്ന് പറയുന്നു, പിന്നെ യൂട്യൂബേഴ്സ് പറയുന്നു, ഇവരെല്ലാവരും പറയുന്നു. ഇതിനെല്ലാത്തിനും ഉള്ള മറുപടിയായിട്ട് രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഹായ്, ഹലോ, രേണുസുധിയാണ്. അപ്പം എന്താ പറയുക, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. യാതൊരുവിധ ബന്ധമില്ലാത്തവരൊക്കെ വന്ന് തെറി വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എല്ലാ വിവാദങ്ങളോടുള്ള ഇനിയിപ്പോൾ ഒരു വിവാദങ്ങൾ ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിതൊന്നും ബാധിക്കത്തില്ല. ഞാൻ നല്ല തിരക്കിലാണ്. ഞാൻ ഇപ്പോഴും ദുബായിലാണ്, ജോലി തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇനിയും വരുന്ന വിവാദങ്ങളോ ഇപ്പം വരുന്ന വിവാദങ്ങളൊന്നും എന്നെ ഇനി ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നവരൊക്കെ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവരുടെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനിയും തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. ഇങ്ങനെ പറയുന്ന രേണു ഇതിന് കുറച്ച് മുന്നേ വേറെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. രേണു എന്ത് ചെയ്താലും കുറ്റം, രേണു ഒരു മനുഷ്യ സ്ത്രീയാണ്, രേണു അല്ലാതെ തല മുതൽ കാല് വരെ പ്ലാസ്റ്റിക് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. രണ്ടും പറയുന്ന ഒരാളല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്, എന്നെ അറിയാത്തവർ പോലും എന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ പോലും എന്നെ തെറി വിളിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ആള് തന്നെയാണ്, എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ചിരിയേ വരത്തുള്ളൂ എന്ന് പറയുന്ന ആ ആള് തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതെന്തിനാണാവോ? രേണുസുധി എവിടെ തൊട്ടാലും അത് കുറ്റം. രേണുസുധിക്ക് ഇല്ലാത്ത കുറ്റമില്ല. രേണുസുധി വയറ് കാണിക്കാൻ പറ്റില്ല. രേണുസുധിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രേണുസുധിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. രേണുസുധിക്ക് ഒരാണിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. രേണുസുധി ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? അല്ലാതെ രേണുസുധി ഈ തല തൊട്ട് ഈ കാല് വരെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വെച്ച സാധനമൊന്നുമല്ല, മനസ്സിലായി? ഈ പറയുന്ന ഇവരിങ്ങനെ കിടന്ന് പറയുന്നല്ലോ, നാണമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്ന, ലോകത്തിൽ കുറ്റം ചെയ്യുന്ന ഒരേ ഒരാളാണ് രേണുസുധി. എവിടെ പോലും എൻ്റെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എന്നെ തളർത്താൻ ഇതിനൊന്നും ആവില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. പിന്നെ നീയൊക്കെ പറയും ഇവിടെ റീച്ച് കുറയാറായി, റീച്ച് തീരാ. മനുഷ്യരല്ലേ, കുറേയേറെയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേന് നമുക്കുടെ രക്തം കൂടെ തിളയ്ക്കാൻ തുടങ്ങുകയെ. ഒരു ഉദാഹരണം പറയട്ടെ, ഞാനിങ്ങനെ വീഡിയോ ഇട്ടതിൽ നിന്ന് എനിക്ക് 2-3 കമൻസുകളൊക്കെ വന്നായിരുന്നേ. അതൊക്കെ കേട്ട് അതൊക്കെ വായിച്ച സമയത്തുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ പറയുന്നവരവിടെ കിടന്ന് പറയും, നമുക്കെന്താ, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു, അവരവരുടെ അഭിപ്രായം പറയുന്നു. പിന്നെ അത് വായിച്ച സമയത്തുണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ തോന്നിയായിരുന്നു. ഞാൻ എല്ലാത്തിനും മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ വിചാരിച്ചു എന്തിനാ അവരവരുടെ അഭിപ്രായം പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. അത് കണക്കാണ് രേണുസുധി.
അവര് ഇത് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നേക്കെ വീഡിയോ ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് രക്തം തിളച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അളങ്ങ് തണുക്കും. അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുസുധിയുടെ വിശേഷങ്ങൾ, കിച്ചുവിന്റെ വിശേഷങ്ങൾ, പിന്നെ യൂട്യൂബുകാർ അടി ഉണ്ടാക്കുന്നു, രേണുവിന്റെ ഫ്രണ്ട്സ് അടി ഉണ്ടാക്കുന്നു, ഒന്നും പറയണ്ട. ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ കണക്കുള്ള എന്റെ കണക്കൊള്ള ആൾക്കാർ ഇതണക്ക് കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോയും ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റിൽ പറയും.